മന്ത്രി പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞാൽ കാരണഭൂതത്തിന് പിടിക്കില്ലല്ലോ. അയ്യപ്പന്റെ ഏറ്റവും വലിയ അയ്യപ്പന്റെ വിദ്വേഷിയാണ് ഇപ്പോഴും കാരണഭൂതമെന്ന് കാരണഭൂതം മാത്രമല്ല കാരണഭൂതത്തിന്റെ ശിങ്കിടികളും കരുതുന്നു. അല്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളൊക്കെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളൊക്കെ സ്റ്റേജിൽ നിരന്നിരുന്നതിന് ശേഷമായിരിക്കണം ഈ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തേണ്ടത്. പക്ഷേ കാലിയായ സ്റ്റേജിൽ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ തന്ത്രിയെ കൊണ്ട് ഈ നിലവിളക്കാണ്ട് കൊളുത്തിച്ചു. പോരെ. മൂന്നാമത്തെ കോമഡി കഴിഞ്ഞ് നാലാമത്തെ കോമഡിയാണ് മുഖ്യമന്ത്രി വരുന്നു. ഈ നമ്മുടെ പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് അദ്ദേഹം സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹം എല്ലാവർക്കും ഇങ്ങനെ സ്വാഗതം ആശംസിച്ചു. കുറെ തള്ളു പരിപാടിയൊക്കെ മുമ്പിൽ സാധാരണ പറയും പോലെ ഇതെന്തോ ഒരു മഹാസംഗമമാണ്. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ഏതോ പാവം വേറെ പണിയൊന്നും ഇല്ലാത്ത ഏതോ 2 മന്ത്രിമാർ മാത്രമേ വന്നുള്ളൂ. വിദേശത്ത് നിന്ന് ആരും വന്നില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആരും വന്നില്ല. ഇത് പൊളിഞ്ഞു എന്ന് മൂപ്പരുടെ സംഭാഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. മൂപ്പരുടെ ഭാഗത്തു നിന്നുള്ള കോമഡി എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇതൊക്കെ കഴിഞ്ഞപ്പോ സ്വാമിയേ ശരണമയ്യപ്പ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അതേ ശൈലിയിൽ മൂപ്പര് ഇങ്ങനെ മുഷ്ടി ചുരുട്ട് സ്വാമിയേ ശരണമയ്യപ്പ. എന്താ ചെയ്യ? ഈ അയ്യപ്പന്മാരെ അവഹേളിക്കുക.